യേശുവിന് നൽകുന്ന സ്നേഹം നഷ്ടമല്ല, അത് വലിയൊരു നിക്ഷേപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ മനുഷ്യൻ നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൗന്ദര്യം നോക്കി, പണം നോക്കി, സ്ഥാനമാനങ്ങൾ നോക്കി, അതുപോലെ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കുന്ന വ്യക്തികളെ അങ്ങനെയാണ് മനുഷ്യൻ സ്നേഹിക്കുക. എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്നവരെ 100% ആത്മാർത്ഥതയോടുകൂടിയാണ് യേശു സ്നേഹിക്കുക. ആ സ്ത്രീ ആ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ തൈലം തലയിലൂടെ ഒഴിച്ചപ്പോൾ യേശു വേറൊന്നും നോക്കിയില്ല. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. ശിഷ്യന്മാരാ പറയുന്നത്, പാഴ്ചെലവായിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരുടെ പോലും തിരുത്തിക്കൊണ്ട് പറയുക, ഈ സ്ത്രീ ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളാണ് ആ സാഹചര്യത്തിൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുക. എന്നാൽ യേശു ചെയ്തത് ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാന്നല്ല, ആ സ്ത്രീയുടെ സ്നേഹത്തിന്റെ ആത്മാർത്ഥത മനസ്സിലാക്കി സ്നേഹിക്കുകയാണ് യേശു ചെയ്തത്. അങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു നോക്കി. പ്രേമിക്കുമ്പോൾ അവർ രണ്ടുപേരും എന്തോ ആഴപ്പെട്ട പ്രേമൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളൊരു 5-6 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലർ പറഞ്ഞു തുടങ്ങാറുണ്ട്, പണ്ടുണ്ടായ സ്നേഹമില്ലല്ലോ. പണ്ടുണ്ടായ സ്നേഹമില്ലല്ലോ. മനുഷ്യരിങ്ങനെയാ, കിട്ടുന്നത് വരെ നല്ല ചൂടുള്ള സ്നേഹം, കിട്ടിക്കഴിയുമ്പോഴാണ് ആ സ്നേഹം പതുക്കെ കുറഞ്ഞു പോവുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. എന്നാൽ യേശു അങ്ങനെയല്ല. ഏതു സമയത്തും 100% തീഷ്ണതയോടെ യേശു സ്നേഹിക്കുന്നത്. എനിക്ക് യേശുവിനെ പോലെ സ്നേഹിക്കാൻ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കൂടെയുള്ളവർ യേശുവിനെ പോലെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നത്, ഞാൻ നരകത്തെ ഭയന്നാണ് നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നരക കവാടങ്ങൾ എനിക്കെതിരെ അടച്ചു കളയുക. ഞാൻ സ്വർഗത്തെ മോഹിച്ചാണ് നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ മാലാഖമാരെ വിട്ട് സ്വർഗത്തിന്റെ വാതിൽ അടച്ചു കളയുക. ഞാൻ നിന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാണ് നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ 2 കൈയും നീട്ടി നീ എന്നെ സ്വീകരിക്കുക. എനിക്ക് യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണോ ഞാൻ സ്നേഹിക്കുന്നത്? ആ സ്ത്രീ യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ആഴമേറിയ സ്നേഹം കൊടുത്ത് അതുപോലെ സ്നേഹിക്കാൻ സാധിക്കട്ടെ.